നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് വിനി ജൂനിയർക്കാണ്. നമുക്കറിയാം, ഫിഫ ബെസ്റ്റിൽ ബാലൻഡിയോറിനെ പോലെയല്ല. ബാലൻഡിയോറിൽ ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ വോട്ടുള്ളൂ. അതേസമയം ഫിഫ ബെസ്റ്റിൽ വോട്ട് ചെയ്യാൻ ഓരോ ദേശീയ ടീമിൻ്റെ നായകന്മാർക്ക്, കോച്ചുമാർക്ക്, അതുപോലെ മീഡിയക്ക്, ഫാൻസിന് ഒക്കെ അവസരമുണ്ട്. അപ്പോൾ ഇതിൽ അർജന്റീൻ ദേശീയ ടീമിൻ്റെ നായകനായ ലിയോ മെസ്സി ആർക്കാണ് വോട്ട് കൊടുത്തത്? 3 വോട്ടുകൾ. അതായത് ഫസ്റ്റ് വോട്ട് കൊടുത്താൽ 5 പോയിൻറ്റ്സ് ലഭിക്കും. സെക്കൻഡ് വോട്ടിന് പിന്നെ 3 പോയിൻറ്റുകളാണ് ലഭിക്കുക. തേർഡ് വോട്ടിന് 1 പോയിൻറ്റാണ് ലഭിക്കുക. അപ്പോൾ മെസ്സിയുടെ വോട്ട് ആർക്ക്? അർജന്റീനയിൽ നിന്നുള്ള മറ്റു വോട്ടുകൾ, അതായത് കോച്ചിൻ്റെ വോട്ട് ആർക്ക് പോയി? അതുപോലെ തന്നെ അവിടുത്തെ മീഡിയയുടെ വോട്ട് ആർക്ക് പോയി? പോർച്ചുഗലിൻ്റെ നായകൻ CR7 വോട്ട് ചെയ്തെങ്കിൽ അത് ആർക്ക് പോയി? ആർക്ക് കൊടുത്തു? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കുക, ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി 1ാം വോട്ട്, അതായത് 5 പോയിൻ്റുള്ള 1ാം വോട്ട് കൊടുത്തത്, ഏറ്റവും ബെസ്റ്റ് പ്ലെയറായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് ലാമിൻ യമാലിനെയാണ്. യമാലിനാണ് ഫസ്റ്റ് വോട്ട് കൊടുത്തത്. സെക്കൻഡ് വോട്ട്, അതായത് 2ാം സ്ഥാനം അദ്ദേഹം കൊടുത്തത് കിലിയൻ എംബാപ്പയ്ക്ക്. വിനി ജൂനിയർക്ക് കൊടുത്തത് 3ാം സ്ഥാനം മാത്രം, ഒറ്റ പോയിന്റിൻ്റെ വോട്ട്. മെസ്സി വിനിക്ക് 1 പോയിന്റിൻ്റെ വോട്ടെങ്കിലും കൊടുത്തല്ലോ. മറ്റുള്ള അർജന്റീനക്കാരുടെ വോട്ടുകളൊന്നും യഥാർത്ഥത്തിൽ വിനിക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബെസ്റ്റ് പ്ലെയർ അവാർഡിന് വേണ്ടി ലയണൽ സ്കലോനി വോട്ട് ചെയ്തത്, ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോനി വോട്ട് ചെയ്തത്, ഫസ്റ്റ് വോട്ട് കൊടുത്തത് ലയണൽ മെസ്സിക്ക്. അതായത് ലോകത്തെ ബെസ്റ്റ് പ്ലെയർക്കുള്ള ഫിഫ ബെസ്റ്റ് കൊടുക്കേണ്ടത് മെസ്സിക്കാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഫസ്റ്റ് വോട്ട് ലിയോ മെസ്സിക്ക്, 2ാമത്തെ വോട്ട് കൊടുത്തത് റോഡ്രിക്കാണ്, 3ാമത്തെ വോട്ട് കൊടുക്കുന്നത് ജൂഡ് ബെല്ലിംഗാമിനാണ്. അതായത് വിനി ജൂനിയർക്ക് അദ്ദേഹത്തിൻ്റെ വോട്ടിങ്ങിൽ ഇടമില്ല. ഇനി അവിടുത്തെ ജേർണലിസ്റ്റായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് ക്ലോഡിയോ മൗളിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ വോട്ട് പോയത് റോഡ്രിക്കാണ്, 2ാമത്തെ വോട്ട് ലാമിൻ യമാലിന്, 3ാമത്തെ വോട്ട് ടോണി ക്രൂസിന്. ചുരുക്കത്തിൽ അർജന്റീനയിൽ നിന്ന് വോട്ട് ഏതെങ്കിലും ഒരു വോട്ടെങ്കിലും വിനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ലിയോ മെസ്സി നൽകിയ 3ാം സ്ഥാനത്തിൻ്റെ വോട്ട് മാത്രമാണ്. മറ്റാരും അർജന്റീനക്കാർ വിനിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ക്യാപ്റ്റന്മാരുടെ വോട്ടിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് നമ്മൾ പോർച്ചുഗലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. പോർച്ചുഗലിനായിട്ട് വോട്ട് ചെയ്യാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അദ്ദേഹമാണ് നായകൻ. പക്ഷെ അദ്ദേഹമല്ല വോട്ട് ചെയ്തത്. അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല. പകരം അവിടെ വോട്ട് കൊടുത്തത് ബെർണാഡോ സിൽവയാണ്. ബെർണാഡോ സിൽവയുടെ ഫസ്റ്റ് വോട്ടും റോഡ്രിക്കാണ് പോയത്. 2ാമത്തെ വോട്ട് പക്ഷേ അദ്ദേഹം വിനി ജൂനിയർക്ക് കൊടുത്തു. 3ാമത്തെ വോട്ട് ഏർലിംഗ് ഹാലൻഡിന് കൊടുത്തു. ഇതാണ് പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ വന്നിരിക്കുന്ന വോട്ട്. ഇനി അവരുടെ ഭാഗത്തു നിന്ന് കോച്ച് എന്ന രൂപത്തിൽ, അതായത് അവരുടെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് കൂടി നമ്മൾ നോക്കുകയാണ്. അവരുടെ കോച്ചിൻ്റെ വോട്ട് വന്നിരിക്കുന്നത്, ഫസ്റ്റ് വോട്ട് പോയിരിക്കുന്നത് ഡാനി കർവാഹലിനാണ്, 2ാമത്തെ വോട്ട് ലാമിൻ യമാലിന്, 3ാമത്തെ വോട്ടാണ് വിനി ജൂനിയർക്ക് കൊടുത്തിട്ടുള്ളൂ. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.